നമസ്കാരം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്നുള്ളത്. അതിലെ ഗ്രിഡ് റഫറൻസ് പലരും സംശയമായിട്ട് ചോദിച്ചു. അതുകൊണ്ട് അതാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ടോപ്പോഗ്രഫിക് മാപ്സ് അഥവാ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ട്. മാപ്സ് വിച്ച് ആർ ഷോയിങ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ആൾസോ കൾച്ചറൽ ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് മാൻമെയ്ഡ് ഫീച്ചേഴ്സും അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയും രണ്ടിനെയും കാണിക്കുന്ന മാപ്സ് ആണ് ടോപ്പോഗ്രഫിക് മാപ്സ് അഥവാ ധരാതലീയ ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് മാപ്പിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തിന്റെ ലൊക്കേഷൻ കാണാനായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള മാപ്പുകളിൽ നാം അവലംബിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഈസ്റ്റിങ്സ് എന്നുള്ളത്, നോർത്തിങ്സ് എന്നുള്ളത്. സോ ഈസ്റ്റിങ്സ് ആർ നോർത്ത് സൗത്ത് ലൈൻസ്. ഫ്രം north to south we are drawing, and their values are increasing when we are going towards the east. 75, 76, 77, 78. So this is east. So this is from west to east their values are increasing. So these are eastings. ഇപ്പോൾ നോർത്ത് സൗത്ത് ലൈൻസ് ആണെങ്കിലും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ വാല്യൂ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അതിന് ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുക. നോർത്തിങ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ്. ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ആൻഡ് their values are increasing when we are going towards the north. 15, 16, 17, 18. So these are the intersections of eastings and northings. And for eastings are concerned, the value of easting which is just left of the feature represents the grid reference value, and the value of northing which is just below the feature represents the grid reference value. So 4-digit grid reference അനുസരിച്ച് നമുക്ക് ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ആദ്യം എഴുതണം. അതുകൊണ്ട് വലത്തേക്ക് പോകുമ്പോൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ വർദ്ധിക്കുന്ന വാല്യൂസ് വരുന്ന അതിന്റെ ലെഫ്റ്റിലുള്ള അതിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. സോ ഇറ്റ് ഈസ് 76. പിന്നെ ഏത് എഴുതണം? അതിന്റെ തൊട്ട് താഴെയുള്ള ജസ്റ്റ് ബിലോ ദ ഫീച്ചർ. ഇവിടെ ഫീച്ചർ നമ്മൾ ട്യൂബ്വെല്ലാണ് എടുത്തിരിക്കുന്നത്. ട്യൂബ്വെല്ലിന്റെ താഴെയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ട്യൂബ്വെല്ല്, അതിന്റെ താഴെയുള്ള നോർത്തിങ് വാല്യൂ. നോർത്തിങ് വാല്യൂ എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് പോകുമ്പോഴേക്കും വർദ്ധിക്കുന്ന വാല്യൂ. സോ ഇറ്റ് ഈസ് 16. അപ്പൊ നമുക്ക് 4 ഡിജിറ്റ്സ് കിട്ടിയില്ലേ? ഇതാണ് ദ ഗ്രിഡ് റെഫറൻസ്. 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്യൂബ്വെല്ലിന്റെ എക്സാക്ട് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒരു ടോപ്പോഗ്രഫിക് മാപ്പിലെ ഒരു ട്യൂബ്വെൽ എന്ന് പറയുന്ന ആ ടോപ്പോഗ്രഫിക് മാപ്പിലെ ആ ഫീച്ചറിന്റെ വാല്യൂ ആണ് നമ്മൾ 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ച് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നമുക്ക് 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ച് ഒരെണ്ണം കൂടി നോക്കാം. ഇത് ഇവിടെ ഇതെന്താണ് കാണുന്നത് നോക്കൂ. ഇതെന്താ? ഇത് ഫോർട്ടാണ് അല്ലേ? ഫോർട്ട് എന്ന് പറയുമ്പോൾ കോട്ട. അതിന്റെ 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ച് ആദ്യം എന്തെഴുതണം? ആദ്യം വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് ഈസ്റ്റിംഗ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് ദ ഫീച്ചർ. കണ്ടോ, ഇവിടെ ലെഫ്റ്റ് ഓഫ് ദ ഫീച്ചർ എന്ന് പറയുമ്പോഴേക്കും ഈസ്റ്റിലേക്ക് വർദ്ധിക്കുന്നു. 15 എഴുതി വയ്ക്കരുത്, മിക്കവാറും തെറ്റ് പറ്റുന്നത് അങ്ങനെയാണ്. 15 എഴുതരുത്, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈസ്റ്റിങ്ങിന്റെ വാല്യൂ. സോ ഇറ്റ് ഈസ് 75. പിന്നെ എളുപ്പമാണ്, അതിന്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ് വാല്യൂ കണ്ടോ, നോർത്തിലേക്ക് പോകുമ്പോഴേക്കും വർദ്ധിക്കുന്നതാണ് നോർത്തിങ് വാല്യൂ. സോ ഇറ്റ് ഈസ് 15. എളുപ്പമല്ലേ? അപ്പോൾ 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് വളരെ എളുപ്പമാണ്. പക്ഷേ special care should have to be taken while we are going to find out the position of a feature with a 6-digit grid reference. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫീച്ചർ, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ഒരു വെൽ
ഒരു കിണറിൻ്റെ പൊസിഷൻ നമുക്ക് അറിയണം. 4 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ച് എളുപ്പമാണ്. കാരണം 77 ഇപ്പം നിങ്ങൾക്ക് എളുപ്പമായി. 77 ആൻഡ് 17 അല്ലേ? 77 ഈസ്റ്റിങ്ങിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിംഗ് വാല്യൂ 77, പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ് വാല്യൂ 77 17 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 6 ഡിജിറ്റ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് പൊസിഷൻ. ഒന്നുകൂടി മൈന്യൂട്ടായിട്ട് ആ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ആദ്യമായിട്ട് എഴുതണം. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈസ്റ്റിംഗ് വാല്യൂ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്തതുപോലെ ഈസ്റ്റിങ്ങിന്റെ വാല്യൂ എഴുതി. ഇനി ആ ഈസ്റ്റിങ്ങിൽ നിന്നും അടുത്ത ഈസ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ആ ദൂരത്തെ നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5 ആകുമ്പോൾ ഇത്തിരി നീട്ടി വരയ്ക്കുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ 1 2 3 4 5 6 7 8 9. അപ്പോൾ 10 ഡിവിഷൻസ് ആയില്ലേ? ഇനി ആ 77ന്റെ അടുത്തേക്ക് നമ്മൾ ഏത് എഴുതണം? ഇതിന്റെ നേരെയുള്ള സബ് ഡിവിഷൻ എഴുതണം. നോക്കിക്കേ, 77ൽ നിന്നും 78ലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സബ് ഡിവിഷൻ എത്രയുണ്ട്? 1 2 3. സോ വി ഹാവ് ടു റൈറ്റ് 3. ഇനി നമ്മൾ സാധാരണ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈസ്റ്റിങ്ങിന്റെ വാല്യൂ എഴുതി, അതിന്റെ സബ് ഡിവിഷൻ എഴുതി, ഇനി നോർത്തിങ് വാല്യൂ എഴുതണം. 4 ഡിജിറ്റിന്റെ കാര്യത്തിൽ ചെയ്ത പോലെ 4 വാല്യൂ എഴുതണം. സോ ഇറ്റ് ഈസ്, നോക്കൂ, ജസ്റ്റ് ബിലോ, ജസ്റ്റ് സൗത്ത് ഓഫ് ദ ഫീച്ചർ അല്ലെ? നോർത്ത് ആകുമ്പോൾ ഇത് സൗത്ത് ആണ്, ജസ്റ്റ് ബിലോ എന്ന് ഓർത്താൽ മതി. സോ ഇറ്റ് ഈസ് 70. ഇനി നമ്മൾ ഈ 70ൽ നിന്നും അടുത്ത 18ലേക്ക് പോകുന്നതിന് വേണ്ടി എത്ര പോകണം? സോ സിമിലർ ടാസ്ക് we have to do again, similar procedure we have to do again. 1 2 3 4 5 6 7 8 9. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ചിലത് ശരിയാകുമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അല്ലേ? അപ്പോൾ ഏതായാലും ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു ഫീച്ചർ 17 നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി എത്രയാണ്? അതിന്റെ നേരെ 1 2 3 4, ഏകദേശം 4 ആണ് അല്ലേ? ആ ഫീച്ചറിന് നേരെയുള്ളത് 4 ആണ്. സോ ഇറ്റ് ഈസ് 4. സോ ദിസ് ഈസ് 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ചുള്ള വെല്ലിന്റെ പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് ഈസ്റ്റിംഗ് വിച്ച് ഈസ് ലെഫ്റ്റ് ഓഫ് ദ ഫീച്ചർ. ഇറ്റ് ഈസ് 77 ആൻഡ് വി ഹാവ് ടു 77 ടു നെക്സ്റ്റ് ഈസ്റ്റിംഗിലേക്ക് പോകാനുള്ള വാല്യൂസ് നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ നേരെയുള്ള സബ് ഡിവിഷൻ നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ അതിന്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ്ങിന്റെ വാല്യൂ എഴുതി. ഇറ്റ് ഈസ് 17. കണ്ടോ, 17 എഴുതി. അടുത്ത 17 to 18ലേക്ക് പോകാനായിട്ട് എത്ര ഉണ്ട്? അത് നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ നേരെയുള്ള വാല്യൂ എഴുതി, അതും എഴുതി. സോ ഇറ്റ് ഈസ് 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ്. അപ്പൊ നമ്മൾ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസിന്റെ സ്റ്റെപ്പ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫീച്ചർ, റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് ഈസ്റ്റിംഗ് വിച്ച് ഈസ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് ദ ഫീച്ചർ, and we have to write the value of subdivision towards the next easting. Then we have to write the value of northing which is just below the feature, and again we have to divide towards the next northing into 10. അതിലേക്ക് 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ വാല്യൂ, അതിന്റെ നേരെയുള്ള വാല്യൂ നമ്മൾ ചേർത്ത് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിൽ 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ 4 and 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ച് നമുക്ക് ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ പൊസിഷൻ കണ്ടുപിടിക്കേണ്ട രീതി, ഇത് രണ്ടും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനിയും മനസ്സിലായില്ല എങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനൊരു വീഡിയോ കൂടി ചെയ്തിടാം. അതുപോലെ ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടതോ മറ്റേതെങ്കിലും യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടതോ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. സോ യുവർ കമന്റ്സ് ആൻഡ് സജഷൻസ് ആർ ഓൾവേസ് ഐ ആം വെൽക്കമിങ്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. താങ്ക് യു.